നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഘട്ടത്തിൽ അവരോടുള്ള ആദരസൂചകമായിട്ട് ഒരു ആദരാഞ്ജലി പോസ്റ്റർ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഇതിനായിട്ട് പ്രത്യേകം ഒരു വീഡിയോ തന്നെ തയ്യാറാക്കിയത്. ആദരാഞ്ജലികൾ നിർമ്മിക്കാനായിട്ട് പ്രത്യേകം ആപ്ലിക്കേഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഫോണിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റർ മതി. അതിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ആദരാഞ്ജലി പോസ്റ്റർ നിർമ്മിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ തരാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ എഡിറ്റർ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്ററും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എഡിറ്റിങ്ങിനായി സഹായിക്കുന്ന 4 തരം ആദരാഞ്ജലികൾ എന്നുള്ള ഡിസൈനായിട്ടുള്ള എഴുത്തും ഞാൻ ഈ വെബ്സൈറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആദരാഞ്ജലി പോസ്റ്റർ നിർമ്മിക്കുന്നതെന്ന് വീഡിയോയിൽ കാണാം. ആദരാഞ്ജലി പോസ്റ്ററുകൾ നമുക്ക് വളരെ ലളിതമായിട്ടും ക്രിയേറ്റ് ചെയ്യാം, വളരെയധികം വിപുലമായിട്ടും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആദരാഞ്ജലിയുടെ പോസ്റ്റർ അത്രയും മനോഹരമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഓപ്ഷൻ പറഞ്ഞു തരാം. അവർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം വളരെ വിപുലമായിട്ട് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റിൻ്റെ പേജാണ് ഓണായി കിട്ടുക. ഈ വെബ്സൈറ്റിൻ്റെ പേജ് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. കാരണം 2 ലിങ്കുകളുണ്ട്, അതുകൊണ്ട് ലോഡാകാൻ സമയമെടുക്കും. 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് പതുക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്നും ഡൗൺലോഡ് PNG ഫയൽ എന്നും പറഞ്ഞിട്ട് 2 ലിങ്കുകൾ കാണാം. നിങ്ങളുടെ ഫോണിൽ നല്ലൊരു ഫോട്ടോ എഡിറ്റർ ഉണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ഫയലുകളൊക്കെ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പോൾ ഒരു ഫോട്ടോയുടെ മുകളിൽ തന്നെ മറ്റൊരു ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ള ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ട. ഇനി നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എഡിറ്റർ വേണം, ഇനി ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്സൽ ലാബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇനി എല്ലാവരും നിർബന്ധമായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ ഡൗൺലോഡ് PNG ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം 4 തരം ആദരാഞ്ജലികൾ ഞാൻ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഏതാണ് വേണ്ടത് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ 4 ആദരാഞ്ജലികളുടെയും ചിത്രം വേണമെങ്കിൽ 4ഉം ഡൗൺലോഡ് ചെയ്യാം. 4ഉം PNG ഫയലുകളാണ്. ഇനി ഒരുപാട് പേര് ഒരുമിച്ച് ആ വെബ്സൈറ്റിൽ പോയിട്ട് ഈ PNG ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തെങ്കിലും എറർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് FTM ക്രിയേഷൻ്റെ വാട്സപ്പ് നമ്പറാണിത്. ആ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഈ PNG ഫയൽ നൽകുന്നതാണ്. എഡിറ്റിംഗ് അറിയുന്നവർ PNG ഫയൽ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമല്ലോ. ഇനി എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരും വളരെ വിപുലമായിട്ട് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ആപ്ലിക്കേഷനിലൂടെ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ ഇനി വീഡിയോ തുടർന്ന് കാണുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി നടുവിലായിട്ട് നിങ്ങൾക്ക് ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇടതുഭാഗത്ത് മുകളിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാൻ ഓപ്ഷൻ വരും. ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ടെക്സ്റ്റ് റിമൂവ് ആകുന്നതാണ്. ഇനി ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാം. നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണം യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗാലറി ഓപ്പൺ ആകും. എന്നിട്ട് ആരുടെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ആവശ്യം അവരുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ അനീഫ് കെയുടെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ താഴെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്നുള്ള എഴുത്ത് മാത്രം വെച്ചാൽ മതിയെങ്കിൽ ഇവിടെ നടുക്കൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ആ സെൻട്രൽ ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തത് ലഭിക്കും. ഇത് ഏതാണ് വേണ്ടത്, ഇപ്പോൾ 4 പറഞ്ഞിട്ടുണ്ടല്ലോ, 4ൽ നിങ്ങൾക്ക് ഏതാണ് ആദരാഞ്ജലികൾ ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ശരി കൊടുക്കുക. എന്നിട്ട് ആ ആദരാഞ്ജലികൾ നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്, അത് ഏത് സൈഡിലാണ് വെക്കേണ്ടത്, റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതാ ഇവിടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അത് ആദരാഞ്ജലികൾ വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തെ ഓപ്ഷനാണ്, മറ്റുള്ള ആപ്ലിക്കേഷനിൽ വ്യത്യാസമാണ്. ഇനി നമുക്ക് ഇതിനൊരു ഫ്രെയിം കൂടി വേണം, കുറച്ചുകൂടി അട്രാക്റ്റീവായത് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഫ്ലവർ ഫോട്ടോ ഫ്രെയിം PNG എന്നോ അല്ല നിങ്ങൾക്ക് എങ്ങനത്തെ ഫ്രെയിമാണ് വേണ്ടത്, ഫോട്ടോന് വെക്കേണ്ട എങ്ങനത്തെ ഫ്രെയിമാണ് വേണ്ടത് അതിവിടെ എഴുതി ഫ്രെയിം എന്ന് എഴുതിയതിന് ശേഷം PNG എന്ന് എഴുതുക. ശേഷം സെർച്ച് ചെയ്യുക.
സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ ഭൂരിഭാഗവും PNG ഫയൽ ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ മുകളിൽ ഇമേജ്, വീഡിയോ, ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അത് വലത്ത് നിന്ന് ഇടത്തോട്ട് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെർച്ച് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ സൈസിന് തൊട്ടടുത്തായിട്ട് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ കളർ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്രെയിമുകൾ കിട്ടും. ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്രെയിമാണ്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അകത്ത് ഡോട്ട് പോലെയുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ചില ഇമേജ് ഫേക്ക് ആയിരിക്കും, ഈ ഡോട്ട് അടക്കം തന്നെ സേവ് ആവും. ഇതിപ്പോൾ എനിക്ക് ഈ ഫ്രെയിം മാത്രം കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഇമേജ് കിട്ടും. ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ എഡിറ്ററിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ എഡിറ്ററിലേക്ക് വന്നിട്ട് ഇവിടെ വീണ്ടും ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ആ ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ശരി കൊടുക്കുക. നമുക്കിതാ ഇപ്പോൾ ആ ഫ്രെയിം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചിത്രവും കാര്യങ്ങളെല്ലാം നിങ്ങൾ സൈസിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൂട്ടാൻ എല്ലാവർക്കും അറിയുണ്ടാവും, അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ആദരാഞ്ജലികൾ എന്ന് പറയുന്ന എഴുത്ത് ബാക്ക് സൈഡിലാണ് ഉള്ളത്. അത് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ലെയറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് വലതുഭാഗത്ത് ഒരു ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെയറിൻ്റെ ഓപ്ഷൻ വരും. ഇവിടെ ഇടതുഭാഗത്തായിട്ട് 8 ഡോട്ട്സ് കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റും. അത് മുകളിലേക്ക് വെക്കുന്നതോടെ നമുക്ക് ആദരാഞ്ജലികൾ എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിലേക്ക് ലഭിച്ചിട്ടുണ്ട്. 2 ലെയറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ചെറുതാക്കണോ, വലുതാക്കണോ, എവിടെയെങ്കിലും വെക്കണോ, റൊട്ടേറ്റ് ചെയ്യണോ, എല്ലാം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സേവിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ സേവിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് ആസ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലേക്ക് തന്നെ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം അനീഫിക്കയുടെ ആദരാഞ്ജലികൾ എന്നുള്ള ഫോട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിലും വിപുലമായിട്ടൊക്കെയാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിമുകൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഫോട്ടോ റൂം പോലെയുള്ള ആപ്ലിക്കേഷനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഫോട്ടോയുടെയൊക്കെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആദരാഞ്ജലി ഫോട്ടോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്തുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുത്തിട്ട് അതിലൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആദരാഞ്ജലികൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഇതിൽ പറഞ്ഞു തരാനുള്ളൂ. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.